പ്രസിദ്ധ അന്തർ-സംസ്ഥാന മോഷ്ടാവാണ് മരിയാർ പൂതം എന്ന 62കാരനായ ലോറൻസ് ഡേവിഡ്. 40 വർഷത്തിലധികമായി വലുതും ചെറുതുമായ 400-ലധികം മോഷണങ്ങൾ നടത്തിയ ഇയാൾക്കെതിരെ 60-ലേറെ കേസുകളുണ്ട്. വർഷങ്ങളോളം തമിഴ്നാട്ടിലും കേരളത്തിലും പോണ്ടിച്ചേരിയിലുമായി സെൻട്രൽ ജയിലുകളിൽ തടവുശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പകൽ സമയം ലോഡ്ജിൽ കഴിച്ചുകൂട്ടി രാത്രികാലങ്ങളിൽ മോഷ്ടിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ സ്പോർട്സ് ബൈക്കിൽ കറങ്ങി നടന്നായിരുന്നു മോഷണം. സ്ഥലങ്ങൾ കാണാപാഠമായ മരിയാർ പൂതം അതിവേഗം മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ചു മതിലുകൾക്കും ടെറസുകൾക്കും മുകളിലൂടെ പറന്ന് രക്ഷപ്പെടുകയായിരുന്നു പതിവ്. മരിയാർ പൂതം എന്ന ഗോപിയുടെ മോഷണചരിത്രം ഇങ്ങനെ പോകും. ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് മരിയൻ പൂതം കൊച്ചിയിൽ പോലീസ് പിടിയിൽ ആയിരുന്നു. ചെന്നൈയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലുമായി മോഷണം നടത്തി വന്ന പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. പാലാരിവട്ടത്തെ സ്ഥാപനത്തിൽ നിന്ന് ലക്ഷങ്ങൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. 2018 നവംബറിൽ പോണ്ടിച്ചേരിയിൽ നിന്ന് ശിക്ഷ പൂർത്തിയാക്കി കേരളത്തിലെത്തിയ പ്രതി എറണാകുളം സൗത്ത് ഭാഗത്തെ ലോഡ്ജിൽ ഒളിവിൽ കഴിയവെയാണ് പോലീസിന്റെ പിടിയിലായത്. കേരളത്തിലെത്തിയ ശേഷം തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവരികയായിരുന്ന ഇയാൾ ഒരു മാസമായി എറണാകുളത്തെത്തിയിട്ട്. കൊച്ചി സിറ്റിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം നടത്തിയ പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് രാത്രികാല പെട്രോളിംഗ് പോലീസ് ശക്തമാക്കി. തുടർന്ന് നടന്ന പരിശോധനയ്ക്കിടെ പോലീസിനെ കണ്ട് വാഹനം നിർത്താതെ പോയ മരിയാർ ഭൂതത്തെ ഉദ്യോഗസ്ഥർ പിന്തുടർന്നു പിടികൂടുകയായിരുന്നു. ഇയാളുടെ മുറിയിൽ നിന്ന് മോഷണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് കമ്പി, സ്ക്രൂ ഡ്രൈവറുകൾ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിക്കെതിരെ കേസുള്ളതിനാൽ കൂടുതൽ തുടരന്വേഷണം പ്രതിക്കെതിരെ നടത്താനാണ് പോലീസ് നീക്കം. ചെന്നൈ പുരസരവാക്കം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് ഇയാൾ കേരളത്തിലേക്ക് എത്തിയത്. കേരളത്തിൽ എറണാകുളം സൗത്ത്, നോർത്ത് പോലീസ്, സെൻട്രൽ പോലീസ്, തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മോഷണക്കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിൽ മോഷണം നടത്തിയ കേസുകളുമായി ബന്ധപ്പെട്ട് ഇയാളെപ്പറ്റിയുള്ള വിവരങ്ങൾ കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഇയാളെ പിടികൂടുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം അന്വേഷണം ശക്തമായി നടത്തിവരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇയാൾ പിടിയിലാകുന്നത്. പോലീസിനെ കണ്ട് ബൈക്കിൽ പാഞ്ഞുപോയ മരിയാർ ഭൂതത്തെ പോലീസ് പിന്തുടർന്ന് സാഹസികമായിട്ടാണ് കീഴടക്കിയതെന്നും പോലീസ് അറിയിച്ചു. ഇയാളിൽ നിന്നും മോഷണം നടത്താൻ ഉപയോഗിക്കുന്നതിനായുള്ള ആയുധങ്ങളും 25 പവൻ സ്വർണവും ഫോറിൻ കറൻസികളും പിടിച്ചെടുത്തതായും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30-ഓടെ കലൂർ കാട്ടാക്കരയിലുള്ള വീട് കുത്തിത്തുറന്നു മോഷണത്തിന് ശ്രമിക്കവെയാണ് ഇയാൾ പിടിയിലായത്. മോഷണശ്രമം തടയാൻ ശ്രമിച്ച വീട്ടുടമ കന്ദസ്വാമിയെ വാക്കത്തികൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചു കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ പിടികൂടി. 4 മാസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയത്. തുടർന്നു എറണാകുളം നോർത്ത് സ്റ്റേഷൻ പരിധിയിലുള്ള വീടുകളിൽ മോഷണം നടത്തിവരികയായിരുന്നു. നാട്ടുകാർ സഹികെട്ട് ഇയാളെ പിടികൂടാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും പലപ്പോഴും തലനാരിഴയ്ക്ക് കടന്നുകളയുകയായിരുന്നു. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അടുത്തിടെ മോഷണം നടന്നയിടങ്ങളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾ വീണ്ടും സജീവമായതായി വിവരം ലഭിച്ചിരുന്നു. കുറച്ചു നാളുകളായി ഇയാൾക്കായുള്ള തെരച്ചിലിലായിരുന്നു പോലീസ്. നാട്ടുകാരും രംഗത്തുണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.